ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് പനിയൊക്കെ ആയിരുന്നു. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ പനിയായിരുന്നു. ഒരാഴ്ചയോളം ആകാറായി കിടപ്പായിരുന്നു. ഡെങ്കു ആയിരുന്നു. അതുകൊണ്ട് ഒരു ഒരു അസ്വസ്ഥത കാരണമായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാതിരുന്നത്. കുറേ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്, അത് ഞാൻ പറയാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഞാൻ ഒരു ജിൻഡോയുടെ ഇൻ്റർവ്യൂ കാണുവാനായിട്ട് ഇടവന്നു. അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയാം. കൂടെ നമ്മുടെ രതീഷും ഉണ്ടായിരുന്നു. ആ രതീഷിൻ്റെയും അതോടൊപ്പം തന്നെ ജിൻഡോയുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഇത് തന്നെയാണ്. ആ ഒരു ഇൻ്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീൽ ഉണ്ടാവും. കാരണം അവരുടെ ആ ഒരു ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. എന്താണ് അവർ തമ്മിലുണ്ടായ ആ ഒരു ബോണ്ട്. ഒരാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച മാത്രമേ ഉള്ളായിരുന്നു ആ ബിഗ് ബോസ് വീടിനുള്ളിൽ അവർ വന്ന് കയറിയതിന് ശേഷം ജയിലിൽ കിടന്നു. ആ ജയിലിൽ കിടന്നതിന് ശേഷം അവിടെ വെച്ച് തന്നെ ആ ഒരാഴ്ച തന്നെ രതീഷ് ഔട്ടായി പോകുന്നു. ആ രതീഷ് ഔട്ടായി പോകുന്ന സമയത്തുണ്ടായ കാര്യമാണ് ആ ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ രതീഷ് പറയുന്നത്. ഞാൻ ആ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ബിഗ് ബോസിനോട് അപേക്ഷിക്കുന്നതായിട്ടുള്ള ജിൻഡോയെയാണ് ഞാൻ കണ്ടത്. വെളിയിലിറങ്ങി കണ്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം ജിൻഡോ ആരും ഒരു അക്ഷരം പോലും മിണ്ടാത്തപ്പോൾ ജിൻഡോ മുട്ടുകാലയിൽ നിന്ന് ബിഗ് ബോസിനോടും ലാലേട്ടനോടും പറയുന്നു, അയാൾക്ക് ഒരു അവസരം കൂടി കൊടുത്തുകൂടെ എന്ന് ചോദിച്ചുകൊണ്ട് കരയുന്ന ജിൻഡോയെ ഞാൻ കണ്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് രതീഷ് അവിടെ പറയുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് ജിൻഡോയുടെ കണ്ണ് നിറയുന്നതായിട്ടും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബോണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു ബോണ്ട് തന്നെയാണ്. കഴിഞ്ഞ സീസണിൽ അഖിൽമാരാരും ഷിജുവും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ അതിലും എന്താ പറയുക, ഒരു ലെവൽ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഇത്. ഇവിടെ ജിൻഡോ കപ്പടിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച വ്യക്തി ഈ പറയുന്ന രതീഷ് തന്നെയാണ്. അവിടെ രതീഷ് പറയുന്നുണ്ട്, ഞാൻ മല്ലയ്യ എന്ന് പറയുന്ന പേര് ജിൻഡോയ്ക്ക് ഇട്ടപ്പോൾ ജിൻഡോ പറഞ്ഞിരുന്നു എന്നോട്, എന്നെ ആശാനെ എന്ന് വിളിച്ചാൽ മതിയടാ എന്ന്. അന്നേരം പറഞ്ഞു, ഇല്ലടാ ആശാനെന്നല്ല, ഇനി നിന്നെ എല്ലാവരും ഈ ലോകം ഇനി നിന്നെ മല്ലയ്യ എന്ന് വിളിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്ന് അവിടെ രതീഷ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ന് ലോകം മൊത്തം മല്ലയ്യ എന്ന് തന്നെയാണ് ജിൻഡോയെ വിളിക്കുന്നത് തന്നെ. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബോണ്ടിനെ അത്രമാത്രം ആ ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള പൂർണ്ണ പങ്ക് വഹിച്ചത് ഇവിടെ രതീഷ് തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു, കാര്യങ്ങളൊക്കെ സെറ്റായി, എല്ലാം ഒരുവിധം പോകുമ്പോഴും ഇവിടെ മീഡിയക്കാരിൽ പല ആൾക്കാരും ഇപ്പോഴും ജിൻഡോയെ മണ്ടൻ എന്ന് വിളിച്ചുകൊണ്ട് ഈ ക്യാപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല രീതിയിൽ പലയിടത്തും പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്തിനാണ് ഇപ്പോഴും നിങ്ങളായിട്ട് ഇപ്പോഴും മണ്ടൻ എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നിങ്ങൾ ജിൻഡോയെ പിന്നെ മണ്ടനാക്കിക്കൊണ്ട് നടക്കുകയാണോ? ഇതൊക്കെ നല്ല കാര്യമൊന്നുമല്ല. ജിൻഡോ മണ്ടനാണെന്ന് നിങ്ങൾ കരുതരുത്. പിന്നെ പലരും പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് കപ്പ് കിട്ടിയ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത പലരും ഉണ്ട്. എന്നാൽ നിങ്ങൾ അംഗീകരിച്ചോളൂ, ഇനിയേലും ഒന്ന് അംഗീകരിക്കുക. ജിൻഡോ കപ്പ് നേടി. ഈ സീസൺ 6 വിന്നർ ജിൻഡോയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ, അത് അംഗീകരിച്ച് കഴിയണം. ഇനി അടുത്ത സീസൺ വരാൻ തുടങ്ങുന്നു. സീസൺ 7 ഓഡീഷൻ നടക്കാൻ പോകുന്നു. അപ്പം നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചില്ലേ? സീസൺ 6 കപ്പ് ജിൻഡപ്പൻ്റെ കയ്യിൽ തന്നെയാണ്. അതിനിപ്പം അംഗീകരിക്കാൻ പറ്റിയില്ല, നല്ല ഗെയിമറല്ല, അങ്ങനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാ പറഞ്ഞത് നല്ല ഗെയിമറല്ല? അല്ലെങ്കിൽ എന്തുവാ ജിൻഡോയുടെ ഈ റോക്കിയൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നോ, ഈ റോക്കിക്ക് എന്താണ് ഈ ബുദ്ധി വരാത്തത്? റോക്കിയുടെ കൂട്ട് കളിക്കണമായിരുന്നോ? അടിച്ചിട്ട് പോകണമായിരുന്നോ? ഈ റോക്കി കുറച്ചുകൂടെയൊക്കെ ബുദ്ധിപൂർവ്വമൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. റോക്കി വിചാരിക്കുന്ന പോലല്ല കാര്യങ്ങൾ. അതുകൂടെ ഒന്ന് മനസ്സിലാക്കി റോക്കി ബുദ്ധിപൂർവ്വം ഒന്ന് കാര്യങ്ങളൊക്കെ ചിന്തിച്ചാൽ നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായം എന്നത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്ക് എല്ലാവർക്കും ബൈ.